കോൺഗ്രസ് മുക്ത പരിവർത്തനത്തിനോ എന്നാണ് ചോദ്യം. ജിമ്മി, സാധാരണ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ എല്ലാ സംസ്ഥാന പര്യടനങ്ങളും വെൽ ഓർക്കസ്ട്രേറ്റഡ്, വെൽ പ്ലാൻഡ് പരിപാടികളായിട്ടാണ് നടക്കാറ്. നമ്മൾ ഒരുപാട് സ്ഥലത്ത് കണ്ടു. പക്ഷേ ഇന്ന് തിരുവനന്തപുരത്ത് നടന്നത് BJP കാർ തന്നെ പൊളിച്ച BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിൻ്റെ പരിപാടിയാണ്. അത്രയും മോശമായിരുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ഇതിൻ്റെ ബിൽഡപ്പ് തുടങ്ങിയാണ്. കഴിഞ്ഞ ശനിയാഴ്ച പശ്ചിമ ബംഗാളിൽ പോയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ പിടിച്ചു എന്ന് പറഞ്ഞാണ് അവിടെ പ്രസംഗത്തിൽ പരാമർശിക്കുക വരെ ചെയ്തു തിരുവനന്തപുരത്തെക്കുറിച്ച്. അപ്പോൾ അത്രയും വലിയ ബിൽഡപ്പ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം വരുമ്പോൾ അതിനു മുമ്പ് BJP നേതാക്കൾ പ്രധാനമായും പറഞ്ഞ കാര്യം മോദിയെ കൊണ്ടുവരുമെന്ന് പറഞ്ഞു. ദാ കൊണ്ടുവന്നിരിക്കുന്നു. ഇനി സംഭവിക്കാൻ പോകുന്നത് പ്രധാനമന്ത്രി മോദി വളരെ വലിയൊരു പ്രഖ്യാപനം നടത്താൻ പോകുന്നു. അതുപോലെ തന്നെ മോദിക്ക് ഞങ്ങൾ തിരുവനന്തപുരം നഗരത്തിന് ഇനി ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഒരു ബ്ലൂ പ്രിൻ്റ് അവതരിപ്പിക്കും എന്നുള്ളതായിരുന്നു. അങ്ങനെ 3 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ആദ്യത്തേത്, പ്രധാനമന്ത്രി പറഞ്ഞ തിരുവനന്തപുരം നഗരസഭയുടെ നഗരപിതാവ് VV രാജേഷ് പ്രധാനമന്ത്രി എയർപോർട്ടിൽ വരുമ്പോൾ ഇല്ല. അപ്പോൾ അതെവിടെ പോയി? തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ നിന്ന് VV രാജേഷിൻ്റെ മേയറുടെ പേര് അങ്ങ് കേന്ദ്രത്തിൽ മോദിയുടെ ഓഫീസ് വരെ എത്തിയതാണ്. അവിടെ വെച്ച് ആ പേര് വെട്ടുന്നു. ആരാണ് വെട്ടിയതെന്നും BJP നേതൃത്വത്തിൽ ആരൊക്കെയാണ് ചേർന്നത് മുഖ്യം എന്നുള്ളതും പകൽ പോലെ വ്യക്തമാണ്. എന്തായാലും VV രാജേഷിന് വളരെ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. അതാണ് ആദ്യത്തെ വാർത്ത. എയർപോർട്ടിൽ നഗരപിതാവില്ല. അടുത്ത തവണ മോദി വരുമ്പോൾ ഞങ്ങളുടെ നഗരപിതാവായിരിക്കും സ്വീകരിക്കുക എന്ന് വീമ്പ് പറഞ്ഞ BJP-ക്കാരുണ്ട് ഇവിടെ. ഒരുത്തിനെയും കണ്ടില്ല. അങ്ങനെ ആദ്യം തന്നെ ഈ പരിപാടിയുടെ ഒരു ശോഭയിൽ ഒരു കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. അതായിരുന്നു നമ്മുടെ ആദ്യത്തെ വാർത്ത. അതിനുശേഷം മോദി വരുന്നു. ദാ വരുന്നു പ്രഖ്യാപനം. ഇപ്പോൾ വരുന്നു. മിക്കവാറും സ്പീഡ് റെയിലായിരിക്കും, അതല്ലെങ്കിൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്ന വേറെ ഏതെങ്കിലും പദ്ധതിയായിരിക്കും. ഒന്നും ഉണ്ടായില്ല. ഒരു പാസഞ്ചർ ട്രെയിൻ നേരത്തെ പ്രഖ്യാപിച്ചത്, 3 അമൃത് ഭാരത് ട്രെയിൻ അതിൻ്റെ പച്ചക്കൊടി വീശ നേരത്തെ പ്രഖ്യാപിച്ച് കഴിഞ്ഞതാണ്. ഒരു പരിപാടിയുമില്ലാതെ, ഒരു പുതിയ പ്രഖ്യാപനമില്ലാതെ അവസാനിച്ചു. മൂന്നാമത്തേത്, VV രാജേഷ് തിരുവനന്തപുരത്തെ മേയർ എന്തോ ബ്ലൂ പ്രിൻ്റ് കൊടുക്കും എന്ന് പറഞ്ഞിരുന്നു നഗരത്തിൻ്റെ. അത് ഞങ്ങൾ പിന്നീട് അയച്ചു കൊടുക്കാമെന്നാണ് അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞത്. ചുരുക്കത്തിൽ ഒരു വളരെ വലിയ ബിൽഡപ്പ് ഉണ്ടാക്കി അവർ തന്നെ അതിൻ്റെ ശോഭ കെടുത്തി പൊളിച്ച ഒരു പരിപാടിയായിപ്പോൾ ഇന്ന് മോദി തിരുവനന്തപുരത്ത് നടത്തിയ പുത്തരിക്കണ്ടത്തെ അദ്ദേഹത്തിൻ്റെ പൊതുയോഗവും അതിനു മുമ്പുള്ള ഔദ്യോഗിക പരിപാടി, ട്രെയിനിന് പച്ചക്കൊടി വീശിയ പരിപാടി. ആകെ അതിനകത്ത് ഇന്ന് നടന്നതിൽ ഒരു രസകരമായൊരു വാർത്താ എലമെൻ്റ് ഉണ്ടായിരുന്നത്, ഒരു കുട്ടി മോദിയുടെ പടം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ പടം മോദി സ്പോട്ട് ചെയ്യുന്നു. മോദി പറഞ്ഞു, ആ കുഞ്ഞിൻ്റെ പടം ഇങ്ങെടുക്കൂ, ഞാൻ ആ കുഞ്ഞിൻ്റെ പുറകിൽ അഡ്രസ്സ് എഴുതി തന്നാൽ മതി, അത് ഞാൻ അയച്ചു കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ വാർത്ത കൊടുക്കുന്നു. അതായിരുന്നു ഒരു രസകരമായ സ്ഥാനം. പക്ഷേ ഇത് കണ്ടപ്പോൾ ഇതെവിടെയോ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിച്ചു. ഒന്ന് ഗൂഗിളിൽ നോക്കിയപ്പോൾ ഇതുപോലെ 3 നടന്നിട്ടുണ്ട്. 3 സ്ഥലത്ത് ഇതേ പരിപാടികൾ നടന്നിട്ടുണ്ട്. ഇത് തന്നെയായിരുന്നു പരിപാടി. ഒന്ന് ആസാമിൽ കാസിരംഗയിൽ, ഭാവനഗർ ഗുജറാത്തിൽ, കർണാടകത്തിലെ ഉടുപ്പിയിൽ ഇതുപോലെ തന്നെ ഒരു കുട്ടി പടവുമായി വരും. മോദി സ്പോട്ട് ചെയ്യും. ആ കുഞ്ഞിനെ അങ്ങനെ നിർത്താൻ പാടില്ല, ഇനി വിളിക്കുമെന്ന് പറയും. ഗുജറാത്തിലാണെങ്കിൽ രവി പർമാർ എന്ന് പറയുന്ന 13 വയസ്സുകാരൻ്റെ പേരിൽ പിന്നെ ഒരുപാട് ഇൻ്റർവ്യൂകളും സാധനങ്ങളൊക്കെ ഒന്ന് അതങ്ങ് വൈറലാകുന്നു. അപ്പോൾ ഒരു പ്ലാൻഡ് പരിപാടിയായിരുന്നോ BJP നേതാക്കളെ? എനിക്ക് സംശയമുണ്ട്. ആ കുഞ്ഞിൻ്റെ ആത്മാർത്ഥതയൊന്നും ഞാൻ സംശയിക്കുന്നില്ല. പക്ഷേ ഇത് കുറേ നാളായിട്ട് ഈ നമ്പർ 3-4 പ്രാവശ്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മാത്രമാണ് ചോദിക്കുന്നത്, ഇതൊരു PR എക്സസൈസിൻ്റെ ഭാഗമായിരുന്നോ? അപ്പോൾ അതും ഒരു ചീറ്റലിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ്. ഇങ്ങനെയാണോ ഒരു പ്രധാനമന്ത്രി മോദി കേരളം പോലെ ഒരു സ്ഥലത്ത്, ഇലക്ഷൻ വരാൻ പോകുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം വന്നിറങ്ങി ലോഞ്ച് ചെയ്യാൻ പോകുന്ന അവരുടെ ഇലക്ഷൻ ക്യാമ്പയിൻ്റെ ആദ്യ ദിവസത്തിൻ്റെ പരിപാടി പ്ലാൻ ചെയ്യേണ്ടത്? മേയർ ആകുമെന്ന് പറഞ്ഞ് പിന്നെ ആകാതെ പോയ ശ്രീലേഖ IPS സ്റ്റേജിൽ നിന്ന് വട്ടം കറങ്ങുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്നു. അവരെ ആരും മൈൻഡ് ചെയ്യാതെ നിൽക്കുന്നു. നമ്മൾ ഒരു വശത്ത് കാണുന്നു. ഇപ്പുറത്ത് VV രാജേഷിൻ്റെ ഗ്രൂപ്പുകാർ കെട്ടിപ്പിടിക്കുന്നു. സുരേന്ദ്രനാണെന്ന് തോന്നുന്നു കെട്ടിപ്പിടിക്കുന്നു. ആ ഗംഭീരം എന്ന് പറയുന്നു. അവസാനം മോദി തന്നെ വന്ന് VV രാജേഷിൻ്റെ കൈ ഉയർത്തിപ്പിടിക്കുന്നു. ഈ നാടകങ്ങളാണ് ഇവിടെ കണ്ടത്. ഇതിൻ്റെ പിന്നറ കഥകളാണ് ഇന്നത്തെ വാർത്തയും നാളത്തെ പത്രങ്ങളിലൊക്കെ വരാൻ പോകുന്നത്. ഇതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്രധാനപ്പെട്ട ഒന്നുമില്ലാതെ, പ്രത്യേകിച്ച് പറഞ്ഞ് പരത്തിയ ഹൈപ്പ് ഉണ്ടാക്കിയ ഒന്നുമില്ലാതെ അവസാനിച്ചു.